കുട്ടിക്കാനം MBC കോളേജിലെ ബിടെക് വിദ്യാർത്ഥിയെ ഗുണ്ടാസംഘം ആക്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി സുധീഷിനെയാണ് ബൈക്കിലെത്തിയ 8-അംഗ സംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ സുധീഷ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച കോളേജിൽ വിദ്യാർത്ഥികൾക്കായി കാർ ഷോ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ കുട്ടിക്കാനം പൂത്തുപാറ സ്വദേശികളായ 8ഓളം ആളുകൾ അവരുടെ സ്വന്തം വാഹനവുമായി കോളേജിൽ കടക്കാൻ ശ്രമിച്ചു. ഇത് കോളേജിലെ വിദ്യാർത്ഥികൾ തടഞ്ഞു. ഇതേ തുടർന്നുണ്ടായ തർക്കം പിന്നീട് പറഞ്ഞു തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വണ്ടിപ്പെരിയാറിലെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ മടങ്ങുകയായിരുന്ന സുധീഷിനെ അക്രമി സംഘം വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഇതിന് ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ കൂട്ടുനിന്നും കോളേജിൽ ഫീസ് അടയ്ക്കുന്നതിനായി സൂക്ഷിച്ചിരുന്ന 15,000 രൂപ അക്രമി സംഘം അപഹരിച്ചതായും സുധീഷ് പറഞ്ഞു. കോളേജിൽ നിന്ന് ഒരു 250 മീറ്റർ കഴിഞ്ഞിട്ട് ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഇവന്മാര് ഓട്ടോ കൊണ്ടുപോയ ആളും ചിറ്റപ്പനായിരുന്നു. അവരുടെ എല്ലാം ബന്ധുക്കളായിരുന്നു. ഓട്ടോ കൊണ്ട് നിർത്തി കൊടുത്ത് ഓട്ടോ ഞാൻ എടുക്കാൻ പറഞ്ഞപ്പോഴും പുള്ളി ആ ഒരു രീതിയിലല്ല, പുള്ളി ഇടിച്ചോളാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. അതായത് ഒരു 7-8 പേര് അടങ്ങുന്ന സംഘം നേരത്തെ തന്നെ ഓട്ടോയുടെ പുറകിൽ ബൈക്കുമായിട്ട് ഫോളോ ചെയ്ത് വന്ന് വണ്ടി തടഞ്ഞു നിർത്തി ഇങ്ങനെ ഇടിയുണ്ടാക്കുമായിരുന്നു. ആരും പിടിച്ചു മാറ്റാനോ നാട്ടുകാരോ ആരും വന്നിട്ടില്ല. വണ്ടിക്കകത്തുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, പിന്നെ കൂടെ പഠിക്കുന്ന ഒരു പെൺകൊച്ചും ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ പിടിച്ച് വണ്ടിയിൽ നിന്ന് പുറത്ത് ഇറക്കി വിട്ടതായിരുന്നു. പിന്നെ അവരുടെ സ്വർണ്ണങ്ങളെല്ലാം അടിച്ചുമാറ്റുള്ള പരിപാടി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ പോയിട്ടുണ്ട്. ഫീസ് അടയ്ക്കാൻ വെച്ചത് കാശാണ്, അതെല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ ഇതിനെല്ലാം നഷ്ടപരിഹാരം, പിന്നെ ഇടിച്ചതിനും എന്റെ ഇപ്പൊ ചെവിക്കും ഒരു സൈഡ് കേൾവിയുടെ ചെറിയ കുറവുണ്ട്. ഇതെല്ലാം കാരണം എല്ലാം അമ്മമാരാണ്. ഇവന്മാർ നിരന്തരം അവിടെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളാണ്. കോളേജ് പിള്ളേർ ആരും അവിടെ അമ്മമാർ കണ്ടുപോയത്. അമ്മമാരാണ് അവിടുത്തെ ആളെന്നുള്ള ലൊക്കാലിറ്റി വലിയ ആള് കളിക്കാനുള്ള ഏർപ്പാടെല്ലാം അമ്മമാർ അവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ സുധീഷ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്ക് പരിക്കേറ്റതിനാൽ കേൾവിക്കുറവ് സംഭവിച്ചിട്ടുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു. സംഭവത്തിൽ പീരുമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയവ ഉപയോഗിച്ച ശേഷം ആക്രമി സംഘം കോളേജ് പരിസരത്ത് പതിവായി പണപ്പിരിവ് ഉൾപ്പെടെ നടത്താറുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു.